തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ അജിത് ചക്രവർത്തിയാണ്. എങ്ങനെയാണ് ഇതിനുള്ള പ്രതിരോധ കുത്തിവയ്പ്പ്? ഇപ്പൊ ഇതിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രതിരോധ കുത്തിവയ്പ്പ് മാത്രമല്ല, ഇത് പറഞ്ഞ പോലെ ടെറ്റനസ് എന്ന് പറയുന്ന സിറ്റുവേഷൻ പല സിറ്റുവേഷൻസിലാണ്. ഇപ്പൊ ജനറൽ ആയിട്ട് നമ്മൾ ഉണ്ടാകുന്ന ഈ മുറിവുകൾ, ഇപ്പൊ സാധാരണ ഇപ്പൊ ആണി കൊണ്ട് മുറിയുന്നു, അല്ലെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് മാന്തലം ഉണ്ടാകുന്നു, ഇപ്പൊ അല്ലെങ്കിൽ ഈ പറയുന്ന സർജറി ചെയ്യുന്നത് മൂലം നമ്മുടെ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാതെ സ്റ്റെറിലൈസ് ചെയ്യാതെ ഉള്ള സർജറി, ഇപ്പൊ അബോർഷൻ സാധാരണ നമ്മൾ നോർമലായിട്ടുള്ള പ്രോപ്പർ യൂസ് ചെയ്യാതെ പ്രോപ്പറായിട്ട് സ്റ്റെറിലൈസ് ചെയ്യാതെ ഉള്ള അബോർഷൻ, പിന്നെ ഈ ഡെലിവറി കഴിഞ്ഞതിന് ഉള്ള പ്രോപ്പറായിട്ടുള്ള സ്റ്റെറൈൽ ഇത് യൂസ് ചെയ്യാതെ ഉള്ള ഡെലിവറി കെയർ. ഇപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മൂലം നമുക്ക് ഈ പറയുന്ന ഇൻഫെക്ഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതിലൊക്കെ നമ്മൾ ആദ്യം വാക്സിൻ എന്നുള്ളതിനേക്കാളും കൂടുതൽ ഇതിനൊക്കെ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഒരു കെയർ എടുക്കേണ്ടതുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഈ അബോർഷൻ ആണെന്നുണ്ടെങ്കിലും പലപ്പോഴും സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ വീട്ടിൽ വെച്ചോ അല്ലെങ്കിൽ ബാക്കിയുള്ള ക്രൂഡ് മെത്തേഡ്സിലൊക്കെ അബോർഷൻ ചെയ്യുന്നത് ഈ ഇതേപോലുള്ള ടെറ്റനസും അതുപോലെ സെപ്റ്റിസീമിയയും ഉണ്ടാക്കും. അപ്പൊ അത് കൂടാതെ നമ്മൾ പ്രിവെന്റ് ചെയ്യാനായിട്ട് പറയുന്ന കാര്യങ്ങൾ, അതായത് ഒന്ന് നമ്മുടെ വാക്സിനേഷൻ എന്നൊക്കെ വെച്ച് ചെയ്യാം. പിന്നെ രണ്ടാമത് നമ്മുടെ 3 C's ആണ് പറയുന്നത്. അതായത് ഈ പറയുന്ന ഡെലിവറി സമയത്ത് ക്ലീൻ ഹാൻഡ്സ്, നമ്മൾ ഡെലിവറി എടുക്കാനും കണ്ടക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പ്രോപ്പറായിട്ടുള്ള സ്റ്റെറൈൽ ക്ലീൻ ആയിട്ടുള്ള ഹാൻഡ്സ് ഉപയോഗിക്കുക. പിന്നെ ക്ലീൻ സർഫസ്, ഇപ്പൊ ഡെലിവറി കണ്ടക്ട് ചെയ്യുന്ന സർഫസ് ക്ലീൻ ആയിട്ടിരിക്കുക. പിന്നെ മൂന്നാമത്തെ C എന്ന് പറയുന്നത് ക്ലീൻ ആയിട്ടുള്ള അംബ്ലിക്കൽ കോഡ്, അതായത് ഈ നമ്മുടെ ഡെലിവറി കഴിഞ്ഞ് എന്താ പറയാ നമ്മുടെ പൊക്കിൾ കൊടി കട്ട് ചെയ്യുമല്ലോ, പൊക്കിൾ കൊടി കട്ട് ചെയ്ത് അതിന്റെ അത് ക്ലീൻ ആയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ അത് മാനേജ് ചെയ്യുക. അപ്പൊ ഈ ടെറ്റനസ് നിയോനേറ്ററും കൂടുതലും സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പൊക്കിൾ കൊടി കട്ട് ചെയ്ത് ഒരു പ്രോപ്പറായിട്ടുള്ള സ്റ്റെറൈൽ അല്ലാത്ത രീതിയിൽ കട്ട് ചെയ്ത് അവിടെ വെച്ച് അതിൽ കൂടെയാണ് ഇൻഫെക്ഷൻസ് കയറാനുള്ള സാധ്യത ഉണ്ടാകുന്നത്. ഇപ്പൊ നമ്മുടെ വാക്സിനേഷൻ എന്ന് പറയുമ്പോൾ സാധാരണ നമ്മളെപ്പോഴും കാണുന്നത് നമ്മളൊരു എന്തെങ്കിലും ഒരു മുറിവ് ഉണ്ടാകുമ്പോൾ പോയി ഒരു TT എടുക്കുക എന്നുള്ള. പക്ഷെ TT എടുക്കുക എന്നതിന്റെ ആവശ്യകത എങ്ങനെയൊക്കെയാണെന്നുള്ളത്. ഇപ്പൊ TT നമ്മുടെ ടെറ്റനസ് നമ്മൾ പ്രിവെന്റ് ചെയ്യും. അതായത് ടെറ്റനസ് ഒരു വാക്സിൻ പ്രിവെന്റബിൾ ഡിസീസാണ്. വാക്സിൻ കൊണ്ട് നമുക്ക് ഇത് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖമാണ്. പക്ഷെ അതേസമയം ഈ പറയുന്ന നമ്മൾ പലപ്പോഴും സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അനാവശ്യമായിട്ടാണ് ഈ ടെറ്റനസിന്റെ വാക്സിനുകൾ പലപ്പോഴും ഉപയോഗിക്കപ്പെടുന്നത്. ഇപ്പൊ നമ്മുടെ യഥാർത്ഥ ഇത് വാക്സിൻ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ കുട്ടികളിൽ ഇപ്പൊ ജനിച്ചതിന് ശേഷം തൊട്ട് തന്നെ നമ്മുടെ UIP-യിൽ ഇതിനുള്ള ടെറ്റനസിനുള്ള വാക്സിൻ എടുക്കുന്നുണ്ട്. അതായത് 1.5 മാസത്തിൽ DPT-യുടെ കൂടെ ഒരു കുത്തിവയ്പ്പ് എടുക്കുന്നുണ്ട്, 2.5 മാസം, 3.5 മാസം. ഇപ്പൊ ഈ ഇതില് DPT-യുടെ കൂടെ നമ്മുടെ DPT എന്ന് പറയുമ്പോൾ ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ്, ഇത് മൂന്നും കൂടെ ചേർന്നിട്ടുള്ള കമ്പൈൻഡ് വാക്സിനാണ്. ഇപ്പൊ നമ്മുടെ പെന്റാവാലന്റ് വാക്സിനായിട്ട് അതിൽ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ കൂടെ ഈ പറയുന്ന ടെറ്റനസ് വാക്സിൻ എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു നാലാമത്തെ ഒരു ബൂസ്റ്റർ ഡോസ് നമ്മൾ 18 മാസത്തിലെടുക്കും. 18 മാസം കഴിഞ്ഞിട്ട് പിന്നെ 4.5 വയസ്സിലും പിന്നെ 10 വയസ്സ്, 15 വയസ്സ്, ഈ രീതിയിലാണ് നമ്മുടെ UIP അനുസരിച്ച് നമ്മുടെ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം അനുസരിച്ച് ഈ കുത്തിവയ്പ്പ് എടുക്കുന്നത്. പക്ഷെ ഈ 15 വയസ്സിൽ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബൂസ്റ്റർ എടുക്കേണ്ടത് 10 വർഷത്തിലൊരിക്കലാണ്. ഇപ്പൊ സാധാരണ നമ്മൾ ഈ പറയുന്ന ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ പ്രോപ്പറായിട്ട് എടുത്തിട്ടുണ്ടെങ്കിലും ആൾക്കാരുടെ ഒരു ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു മുറിവ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തുള്ള ഡോക്ടറിനെ പോയി കണ്ട് ഒരു TT എടുക്കുക എന്നുള്ളതാണ്. പക്ഷെ അതൊരു തെറ്റായ ഒരു ധാരണയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന മുഴുവൻ കുത്തിവയ്പ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ബൂസ്റ്റർ എടുക്കേണ്ടത് 10 വർഷത്തിലൊരിക്കലാണ്. എന്തെങ്കിലും മുറിവുണ്ടെങ്കിൽ 5 വർഷത്തിന് ശേഷം വേണം അടുത്ത കുത്തിവയ്പ്പ്, അടുത്ത ബൂസ്റ്റർ അല്ലെങ്കിൽ ഒരു ഈ പറയുന്ന ഇതിനു വേണ്ടി എടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ നമ്മുടെ തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് വളരെ ഫ്രീക്വന്റ് ആയിട്ടുള്ള കുത്തിവയ്പ്പ് എടുക്കുന്നത് മൂലം നമുക്ക് സംഭവിക്കുന്നത് വെച്ചാൽ നമുക്കുള്ള പ്രതിരോധം തന്നെ കുറയുന്നതെന്നാണ് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന ടെറ്റനസ് ഇഞ്ചക്ഷൻ എടുക്കുന്നത്, ടെറ്റനസ് വാക്സിൻ എടുക്കുന്നത് നമുക്ക് ഈ പറയുന്ന മുറിവ് ഉണങ്ങാതിരിക്കുക അല്ലെങ്കിൽ പഴുക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ല, ടെറ്റനസിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുത്തിവയ്പ്പാണ്. ഇപ്പൊ നമ്മുടെ സാധാരണ ഉള്ള ഒരു തെറ്റായ ധാരണയാണ് ഈ പറയുന്ന ഈ കുത്തിവയ്പ്പ് എടുക്കുന്നത് കൊണ്ട് മുറിവ് പഴുക്കില്ല. പക്ഷെ അത് നമ്മൾ ടെറ്റനസിന് വേണ്ടി, അതായത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ടെറ്റനസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. കാരണം 2 രീതിയിൽ നമ്മൾ പ്രോപ്പറായിട്ടുള്ള എന്താ പറയുക ക്ലീൻ ഹാബിറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല നമ്മുടെ കൂടുതലും നമ്മുടെ ഇവിടുത്തെ ഡെലിവറീസ് എല്ലാം സാധാരണ വീട്ടിലല്ല, കൂടുതലും ആശുപത്രിയിലാണ് ഡെലിവറീസ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ കൂടെ ക്ലീൻലി
ഈ പറഞ്ഞ സ്റ്റെറൈലായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ എക്സ്പോഷർ വന്നു കഴിഞ്ഞാൽ അപ്പൊ ഈ പറയുന്ന വാക്സിൻ കൂടാതെ ഒരു ഇമ്മ്യൂണോഗ്ലോബുലിൻ, അതായത് നമ്മുടെ സാധാരണ ഇപ്പൊ ഈ പറയുന്ന പോലെ നേരത്തെ ഇതുവരെ കുത്തിവയ്പ്പൊന്നും എടുത്തിട്ടില്ല, വാക്സിനേഷൻ ഒന്നും എടുത്തിട്ടില്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനൊരു എക്സ്പോഷർ വരുന്നു. അപ്പൊ അതിന് ഈ പറയുന്ന വാക്സിൻ കൂടാതെ ഒരു ഇമ്മ്യൂണോഗ്ലോബുലിൻ, അത് പെട്ടെന്ന് നമുക്ക് പ്രതിരോധം കിട്ടാനും ഈ പറയുന്ന ടോക്സിനെ ഈ ന്യൂട്രലൈസ് ചെയ്യാനും കൂടെ ഉള്ള ഒരു ഇമ്മ്യൂണോഗ്ലോബുലിൻ കൂടെ നമ്മൾ ഇഞ്ചെക്ട് ചെയ്യേണ്ടി വരും. പലരിലും ഓരോ ധാരണയുണ്ട്, ഈ ആണി കൊള്ളുമ്പോഴൊക്കെയാണ് ടെറ്റനസിനുള്ള കുത്തിവയ്പ് എടുക്കേണ്ടത് എന്ന്. അതേക്കുറിച്ചൊന്ന് വിശദമാക്കാമോ? അതെ, നേരത്തെ പറഞ്ഞതുപോലെ ആണി അല്ലെങ്കിൽ ചെറിയ ചെറിയ മുറിവ്, ഈ പറയുന്ന ഡീപ്പായിട്ടുള്ള മുറിവ്, ഇതിലൊക്കെ ഈ പറയുന്ന എന്താ പറയുക ബാക്ടീരിയയുടെ സ്പോർസ് കയറാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ എന്നിരുന്നാലും നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിപ്പോ ഓരോ പ്രാവശ്യവും ആണി കുത്തുക അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തകിട് കൊള്ളുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ TT ഇഞ്ചക്ഷൻ എടുക്കേണ്ട ആവശ്യമില്ല. ഈ പറയുന്ന നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഇമ്മ്യൂണൈസേഷൻ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ ഈ പറയുന്ന ഒരു 5 വർഷക്കാല ഒരു അവസാനത്തെ കുത്തിവയ്പ് എടുത്ത് 5 വർഷത്തിനകത്ത് നമ്മൾ യാതൊരു വിധത്തിലുള്ള കുത്തിവയ്പ് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതിനുശേഷം 5 വർഷത്തിന് ശേഷമാണ് ഈ എക്സ്പോഷർ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒരു ബൂസ്റ്റർ ഡോസ് എടുത്താൽ മതിയാകും. സാധാരണ നമ്മൾ ഫുൾ കോഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ 15 വയസ്സ് വരെ ഈ പറയുന്ന കുത്തിവയ്പ് എടുത്ത്, അല്ലെങ്കിൽ നമ്മളെ സാധാരണ ഈ പറയുന്ന അതല്ലാതെ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിന്റെ കൂടെ അല്ലാതെ നമ്മൾ എടുക്കുന്ന കുത്തിവയ്പ് 2 ഡോസ് നമ്മൾ 1 തൊട്ട് 2 മാസം ഇടവിട്ടും 3ാമത്തെ ഡോസ് 1 വർഷം കഴിഞ്ഞും എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് ബൂസ്റ്റർ ആയിട്ട് എടുക്കേണ്ടത് 10 വർഷത്തിന് ശേഷമാണ്. ഓരോ 10 വർഷവും നമ്മൾ ബൂസ്റ്റർ എടുത്തുകൊണ്ടിരിക്കുന്നതാണ് നല്ലത്. ഈ രോഗം വരുന്നത് എങ്ങനെ നമുക്ക് തടയാൻ കഴിയും? ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഈ 3 കാര്യങ്ങളാണ്. പ്രോപ്പറായിട്ടുള്ള ക്ലീൻ ഹാബിറ്റ്സ് ചെയ്യുക, നമ്മുടെ ഡെലിവറീസ് കഴിയുന്നതും ഈ ഹോസ്പിറ്റലൈസ്ഡ് ഡെലിവറി തന്നെ കണ്ടക്ട് ചെയ്യാൻ നോക്കുക. നേരത്തെ പറഞ്ഞ പോലെ 3 ക്ലീൻസ്, ക്ലീൻ ഹാൻഡ്സ്, ക്ലീൻ സർഫസ് ആൻഡ് ക്ലീൻ അംബിലിക്കൽ കോർഡ് കെയർ. ഈ 3 കാര്യങ്ങളും പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ചെയ്യുക. പിന്നെ ഇമ്മ്യൂണൈസേഷൻ, അത് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സദേൺ കേരള വളരെ ഇതാണ്. പക്ഷെ നോർത്തേൺ കേരളയിൽ പല സ്ഥലങ്ങളിലും ഈ ഇമ്മ്യൂണൈസേഷൻ എടുക്കുന്നത് കൊണ്ട് വേറെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടാക്കി പലരും എടുക്കാതിരിക്കുകയും, അപ്പൊ ഈ പറയുന്ന ഭാഗ്യത്തിന് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കമ്പാരിറ്റീവ്ലി ഇതൊരു വളരെ റെയർ സിറ്റുവേഷൻ ആയതുകൊണ്ട്, ടെറ്റനസ് അത്ര കോമൺ സിറ്റുവേഷൻ അല്ലാത്തതുകൊണ്ട് നമുക്കത്ര ഇത് ചെയ്യുന്നില്ല. പക്ഷെ വാക്സിനേഷൻ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള, നമ്മുടെ വാക്സിൻ 2 ഡോസെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള വാക്സിനാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള. ഈ വാക്സിൻ എന്ന് പറയുന്നത് നമ്മുടെ ടെറ്റനസ് ഈ പറയുന്ന ടോക്സിൻ, നേരത്തെ പറഞ്ഞ പോലെ ടോക്സിൻ എന്ന് പറയുന്നത് വെറും 0.1 മില്ലിഗ്രാം മതി ഒരു 70 കിലോഗ്രാം ഉള്ള ഒരു മനുഷ്യനെ മരണത്തിലേക്ക് നയിക്കാനായിട്ട്. അപ്പൊ അത്രയും വളരെ ഇത്രയും വളരെ ടോക്സിക് ആയിട്ടുള്ള, വളരെ പോയിസണസ് ആയിട്ടുള്ള ഒരു ടോക്സിനാണ് നമ്മുടെ ശരീരത്തിലേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ട്, അതല്ലെങ്കിൽ ഈ പറയുന്ന മരണം സംഭവിക്കുക എന്നുള്ള. അപ്പൊ അതിന് തന്നെ നമ്മുടെ ഈ പറയുന്ന പ്രിവെന്റ് ചെയ്യുന്ന, അതായത് നമ്മുടെ പ്രിവെന്റീവ് മെഷേഴ്സ്, ഒന്ന് ഈ മുറിവ് വന്നു കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ള ഇത് ചെയ്യുക. നമ്മൾ മുറിവ് ഇപ്പൊ ഇൻ കേസ് നമ്മൾ വാക്സിൻ ഒന്നും എടുത്തിട്ടില്ല എന്നുണ്ട്, ഇപ്പൊ ഇതുവരെ വാക്സിൻ ഒന്നും എടുത്തിട്ടില്ല, ഇങ്ങനെയുള്ള മുറിവ് ഉണ്ടായി, അപ്പൊ എത്രയും പെട്ടെന്ന് ഡോക്ടറിനെ കണ്ട് ടെറ്റനസ് വാക്സിൻ എടുക്കുക. അത് കൂടാതെ ടെറ്റനസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെറും ടെറ്റനസ് വാക്സിൻ മാത്രം മൂലം ഇതുകൊണ്ട് നമുക്ക് ഇത് പ്രിവെന്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വാക്സിൻ എടുത്തു തുടങ്ങി ഏകദേശം 21 ദിവസം കഴിഞ്ഞാലേ അതിന്റെ പ്രതിരോധം നമ്മുടെ ശരീരത്തിലേക്ക് വരുള്ളൂ. ഈ പറയുന്ന ടെറ്റനസിന്റെ സ്പോർസ് ഉണ്ടായി ടോക്സിൻ ഉണ്ടാകാനായിട്ട് ഒരാഴ്ച, ഏകദേശം ഒരു ആവറേജ് 7 ദിവസം മതിയാവും. അപ്പൊ 7 ദിവസം കൊണ്ട് ഈ പറയുന്ന സ്പോർസ് ടോക്സിൻ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറൊന്നും ഈ പറയുന്ന ഈ സിംറ്റംസ് ഉണ്ടാകുകയും പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഈ പറയുന്ന വാക്സിൻ മാത്രം എടുക്കുന്നത്, അതായത് ഇതുവരെ പ്രതിരോധ കുത്തിവയ്പ്പൊന്നും എടുക്കാത്ത ആളാണെന്നുണ്ടെങ്കിൽ വാക്സിനും എടുക്കേണ്ടി വരും. പ്രത്യേകിച്ച് പെട്ടെന്ന് നമുക്ക് പ്രതിരോധം കിട്ടാൻ, ന്യൂട്രലൈസ് ചെയ്യാനുള്ള ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറയുന്ന ടെറ്റനസ് ഹൈപ്പർ ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറയുന്ന ആ കുത്തിവയ്പ്പും കൂടെ അതിന്റെ കൂടെ എടുക്കേണ്ടി വരും. ഈ ഇൻഫർമേഷൻ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക.